തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ശിക്ഷാവിധി തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഷബ്ന ചേർന്ന വിവരങ്ങളുമായി. ഷബ്ന, വിശദാംശങ്ങൾ. ശ്യാമിലി, ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ആന്റണി രാജു സെഷൻസ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഈ ശിക്ഷ അനുഭവിക്കുന്ന, അതായത് 3 വർഷം തടവിന് ശിക്ഷിച്ചു. ആ തടവിന് ശിക്ഷിച്ച നടപടി വിചാരണ കോടതി തന്നെ സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ നടപടി, അതായത് ഈ തൊണ്ടിമുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ നടപടി ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയും അത്തരത്തിലൊരു ആവശ്യം റദ്ദാക്കണം എന്നൊരാവശ്യം തള്ളുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്നായിരുന്നു സുപ്രീം കോടതിയിൽ ആന്റണി രാജു സമീപിച്ചത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയും ഈ ഹർജി തള്ളിയിരിക്കുന്നു. കാരണം ഇത് അഭിഭാഷക വൃത്തിക്ക് ചേരാത്ത നിലപാടാണ് എന്ന് വിചാരണ കോടതി തന്നെ കണ്ടെത്തിയിരുന്നു. കൂടാതെ ഈ കോടതിക്കുള്ളിൽ നിന്നും തൊണ്ടി മുതലായിട്ടുള്ള ഒരു തെളിവ്, അല്ലെങ്കിൽ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ, അത് ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുന്നു. ഏതായാലും നമുക്കറിയാം, ഈ വിദേശത്ത് നിന്നെത്തിയ ആളുടെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ആന്റണി രാജുവിനെതിരെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടാകുന്നത്. കാരണം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരിക്കെ ഇത്തരത്തിൽ ഈ തൊണ്ടി മുതലായി കണ്ടെത്തിയ അടിവസ്ത്രം, അതിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു കേസ്. ദീർഘകാലം ഇതിന്റെ വിചാരണ നടപടികൾ പെൻഡിങ്ങിൽ നിൽക്കുകയും പിന്നീട് ഹൈക്കോടതി തന്നെ ഇടപെട്ടാണ് ഇതിന്റെ വിചാരണ നടപടിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമായിരുന്നു ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയത്. അതിൽ കൃത്യമായി ആന്റണി രാജു ഉന്നയിച്ചിരുന്ന വാദം, താനൊരു ജൂനിയർ അഭിഭാഷകനായിരുന്നു, സീനിയർ ആയിരുന്നു ഈ കേസ് നടത്തിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ജൂനിയർ അഭിഭാഷകനായിരിക്കെ ഇത്തരത്തിലൊരു ഇത് നടത്തിയത്, അത് സീനിയറിന്റെ നിർദ്ദേശപ്രകാരമാണോ, അല്ലെങ്കിൽ ഈ കേസിലെ വിദേശ പൗരനായ പ്രതി തന്നെയാണോ ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്ന ഒരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തള്ളി ആന്റണി രാജുവിനെ ശിക്ഷിച്ച നടപടി ശരിവെക്കുകയായിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലായിരുന്നു ഇത്തരത്തിലൊരു കോടതി ഉത്തരവും ഈ ശിക്ഷയും ഒക്കെ വരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി അന്ന് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് സംബന്ധിച്ച് ഒരു കേസിലെ പ്രതിയുടെ അവകാശമായി കണക്കാക്കാനാവില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കോടതിക്ക് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാനാവില്ല എന്ന് ഹൈക്കോടതി തന്നെ നിലപാടെടുത്തിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാതെ വന്നു. ഹൈക്കോടതി ഈ ആന്റണി രാജുവിന്റെ ഹർജി തള്ളുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ശരി, ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ നിലവിൽ സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു. ഷബ്നയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.